പറയുവാനുള്ളത് അവസാനമായിട്ട് ഇന്ന് വളർന്നു വരുന്ന തലമുറകളില് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു തരം മെസ്സേജുകളെല്ലാം വല്ലാതെ നമ്മുടെ ഇടയിൽ പ്രചാരം സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ മഹത്തുക്കളെയൊക്കെ വല്ലാതെ തരം തിരിച്ചു വെച്ചിട്ട് അവരെ വല്ലാതെ ഇകഴ്ത്തുന്ന ഒരു തരം മെസ്സേജുകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മോനെ, സമസ്തയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജും നിന്റെ മൊബൈലിൽ നിന്ന് നീ ഫോർവേഡ് ചെയ്യല്ലേ, ഷെയർ ചെയ്യല്ലേ. അവർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നും നിന്റെ ജീവിതത്തിൽ നീ ചെയ്തേക്കല്ലേ. കാരണം അന്നവർ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നത് കൊണ്ടാണ് ഇന്ന് 100ാം വാർഷികത്തിലേക്ക് എത്തിപ്പെടാനിരിക്കുന്ന നേരത്ത് ഇവിടെ ഇരുന്ന് നിങ്ങള് ഇന്നത്തെ ഇശാ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചു കാണുമല്ലോ. മഗ്രിബും അസ്റും ളുഹറും ഒക്കെ നിങ്ങൾ നിസ്കരിച്ചവരാണല്ലോ. ഫാത്തിഹ പഠിച്ചത് എവിടെ നിന്നാണ്? നിയ്യത്ത് വെച്ച് പഠിച്ചത് എവിടെ നിന്നാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന നന്മകളെല്ലാം നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അറിഞ്ഞത് എവിടെ നിന്നാണ്? പഠിച്ചത് എവിടെ നിന്നാണ്? ഇന്ന് നിങ്ങളുടെ വീടുകളിലുള്ള മക്കള് ഉപ്പ എന്ന് പറഞ്ഞിട്ട് എണീച്ചു നിന്ന് ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ, ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അനുസരിക്കുന്ന മക്കളാണ് എങ്കിൽ, അവരിന്ന് ഫാത്തിഹയും മറ്റു ഖുർആനും പാരായണം ചെയ്യുന്ന മക്കളാണ് എങ്കിൽ, നല്ല നല്ല ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടെ നടക്കുന്ന മക്കളാണ് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരെ, ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അവരത് പഠിച്ചത്? ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അവർ അലിഫ് പഠിച്ചത്? ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അവർ ആ പഠിച്ചത്? ഖിയാമത്ത് നാൾ വരെ, മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രയോഗിക്കുന്ന ഇൽമ്, അതിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് എവിടെ നിന്നാണ്? മോനെ, അത് ബഹുമാനപ്പെട്ട സമസ്തയിൽ നിന്നാണ്. ആ ഉലമാക്കൾ ഇരുന്ന് ചിന്തിച്ചതിന്റെ ഫലമാണ്, അവരെ ഉറക്കമൊഴിച്ചതിന്റെ ഫലമാണ്, അവർ യാത്ര ചെയ്തതിന്റെ ഫലമാണ്. അവരുടെ ആരോഗ്യത്തെ പോലും വകവെക്കാതെ പാതിരാ നേരത്ത് പോലും മുന്നിലിരിക്കുന്ന ഉമ്മത്തിന്റെ മുന്നിൽ വന്നിട്ട് ഹാർട്ട് രോഗികളായിട്ട് പോലും, മറ്റുള്ള വലിയ രോഗമുണ്ടായിട്ട് പോലും മനമുരുകിയിട്ട് റബ്ബിലേക്ക് കരമുയർത്തിയതിന്റെ ഫലമായിട്ടാണ് 11,000-ൽ ചില്ലാനം മദ്രസകൾ ഇന്ന് പ്രവർത്തിക്കുന്നത്, 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ലക്ഷത്തിലേറെ ഉസ്താദുമാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയൊരു മരത്തെ ഇവിടുന്ന് വേറെടുത്ത് മുറിച്ചു മാറ്റാമെന്ന് ഏതെങ്കിലും ആളുകളെ മോഹിക്കുന്നുണ്ട് എങ്കിൽ, അതിന്റെ ഒരു കൊമ്പുകൾ പോലും പൊളിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അവിടുത്തെ ശക്തമായ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ചു പോയവരാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് എങ്കില് അറിയണേ എന്റെ പ്രിയപ്പെട്ടവര്, ഇതിനെ തകർക്കാനോ തളർത്താനോ ഒരു വേദിയല്ല, 100 വേദിയല്ല, 1000 വേദി കെട്ടിയിട്ട് ആയിരക്കണക്കിന് പ്രഭാഷകൻ വന്നാൽ പോലും, പ്രഭാഷകന്മാര് വന്നാൽ പോലും കഴിയില്ല കൂട്ടരേ. ഒരു കൈയല്ല, 10,000 കൈയല്ല, ലക്ഷക്കണക്കിന് കൈകളെ കൊണ്ട് മെസ്സേജുകൾ എഴുതിയാൽ പോലും അല്ലാഹുവിന്റെ ഈ ഭൂമിയിലുള്ള ഉമ്മത്തീങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള ഉന്നതമായ പ്രസ്ഥാനത്തിനെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷെ നോവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തകർക്കാനാവില്ല. മെസ്സേജുകൾ കൊണ്ടോ, ഷെയർ ചെയ്തത് കൊണ്ടോ, പോസ്റ്റ് ചെയ്തത് കൊണ്ടോ, മറ്റുള്ള പിക്ചർ മെസ്സേജുകൾ ഉണ്ടാക്കിയത് കൊണ്ട്, സ്റ്റാറ്റസുകൾ വെച്ചത് കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിന്റെ കാവൽ എവിടെയാണ്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് മഹിതമായ ഖുർആനിന്റെ വഴിയാണ്, ഇത് മഹിതമായ സ്വഹാബത്തിന്റെ വഴിയാണ്.
ഈ വെടിയങ്ങെത്തുന്നത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ വെടിയിലൂടെ കടന്നുപോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയതിനാൽ സിറാത്തുൽ മുസ്തഖീമിന്റെ വെടിയത്തോട് ദിവസത്തിൽ 17 തവണ നമ്മളെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തനത്തിന്റെ വഴിയിലൂടെ ആ പ്രസ്ഥാനത്തെ കൂട്ടുപിടിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആ പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി മഹത്തുക്കളോടൊപ്പം നാളെ ചേർന്ന് നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെയ്യരുത് കൂട്ടരെ, ചെയ്യരുത്. ഏതെങ്കിലും ഒരു മെസ്സേജ് നമ്മുടെ സമസ്യയെ വേദനിപ്പിക്കുന്ന തരത്തില് നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് മുഴുവനും വായിക്കാൻ പോലും കൂട്ടാക്കരുത്. ഡിലീറ്റ് ചെയ്ത് കളയണേ. ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട സമസ്യയെ വേദനിപ്പിക്കുന്ന തരത്തിൽ, അതിന്റെ ഉലമാക്കളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാ. ഇത് ദീനിനോടാണ് കളിക്കുന്നത് എന്ന ഓർമ്മയുണ്ടാകണം. തീയിനോടാണ് കളിക്കുന്നത് എന്ന ഓർമ്മയുണ്ടാകണം. അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആദരവാണല്ലോ. ശാഫി ഇമാമിന്റെ മദ്ഹബ് അംഗീകരിച്ചു കൊണ്ടുപോകുന്ന നമ്മളൊക്കെ പലയിടങ്ങളിലും മയവറക്കാറുള്ളതാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഒരു നായ കാല് പൊക്കിയിട്ട് മൂത്രമൊഴിക്കുന്ന നേരത്ത് അടുത്തിരുന്നവനോട് അതിന്റെ ആശ്ചര്യത്തോടെ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, അതേ മോനെ, അതിന് പ്രായപൂർത്തിയായാൽ അത് കാല് ഉയർത്തിയിട്ടാണ് മൂത്രമൊഴിക്കുക എന്ന്. ഇത് പറഞ്ഞു കൊടുത്തതൊരു പണ്ഡിതനല്ല, ഇത് പറഞ്ഞു കൊടുത്തത് ഉസ്താദല്ല, ഇത് പറഞ്ഞു കൊടുത്തതൊരു വലിയല്ല, ഇത് പറഞ്ഞു കൊടുത്തതൊരു മുഅ്മിനായ മനുഷ്യനല്ല, ഒരു മുസ്ലിമല്ല, അവിശ്വാസിയായ മുസ്ലിമായ ഒരാളാണ് ബഹുമാനപ്പെട്ട ശാഫി ഇമാമിനത് പറഞ്ഞു കൊടുത്തത് എങ്കിലോ അവിടുത്തെ വഫാത്ത് വരെ ആ വിശ്വാസിയായ മനുഷ്യനെ കാണുമ്പോ ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങളെ എണീച്ചു നിന്ന് ആദരിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് എന്നുള്ള നിലക്ക്, അഥവാ ഒരു അറിയാത്തൊരു കാര്യം